ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. മക്കളെ, ഈ ജുനു സാർ വന്നിരിക്കുന്നത് നാളത്തെ നിങ്ങളുടെ ബയോളജി എക്സാമിൽ 100% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാ. അതാ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കണ. നമ്മളെ ബ്രെയിൻ സ്റ്റെം നമുക്ക് തന്നു. എന്ത് തന്നു? ബ്രെയിൻ സ്റ്റെം നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നു. ഈ ബ്രെയിൻ സ്റ്റെം തന്നിട്ട് ഇവിടെ 1 അതിന്റെ ഫംഗ്ഷൻ മൂവ്മെന്റ്സ് ഓഫ് ഐ ആൻഡ് ഐബ്രോ, കണ്ണുകളും പുരുകങ്ങളും എന്നിവയുടെ ചലനം തന്നു. ഇവിടെ 2ഉം 3ഉം ബ്ലാങ്ക് ആണ്. മെഡുല ഒബ്ലോങ്കേറ്റ തന്നു. ഇതിനെന്ത് തന്നു? ഫംഗ്ഷൻ തന്നിട്ടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദി പാർട്സ് 1 and 2, അതായത് 1ഉം 2ഉം എന്താ ചോദിച്ചു. അടുത്ത് റൈറ്റ് ദി ഫങ്ഷൻസ് ഓഫ് 3 and 4. ഈ 3ഉം 4ഉം എഴുതാനാണ് പറഞ്ഞു. 1, 2 ഭാഗങ്ങൾ എഴുതുക, 3, 4 എന്താ? ബ്രെയിൻ സ്റ്റെമ്മടാ. ബ്രെയിൻ സ്റ്റെമ്മിൽ 3 ആൾക്കാരല്ലേ? മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ. അവിടെ മെഡുല ഒബ്ലോങ്കേറ്റ തന്നു. ഇതെന്ത് കാര്യം? മൂവ്മെന്റ്സ് ഓഫ് ഐ ആൻഡ് ഐബ്രോസ് ഏതാ? മിഡ് ബ്രെയിൻ അല്ലേ? ഈ പോൺസിന്റെ ഫംഗ്ഷനൊക്കെ എന്താ നോക്കി നോക്കല്ലേ? നോക്കടാ, ആൻസർ ആണ് 1 മിഡ് ബ്രെയിൻ. പഠിച്ചിരിക്കണം മക്കളെ, പഠിച്ചിരിക്കണം. 2 പോൺസ്. ഇനി പോൺസിന്റെ ഫംഗ്ഷൻ എന്താ? പോൺസിന്റെ ഫംഗ്ഷൻ ആണ് കോർഡിനേറ്റ് ദ മസ്കുലർ ആക്ടിവിറ്റി ഓഫ് ദി ഐ ആൻഡ് ദി ഫേസ്. അതായത് പിന്നെ രണ്ടാമത്താണ് റെഗുലേറ്റ് റൈറ്റ് ഓഫ് വെന്റിലേഷൻ. കണ്ണുകളിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. അതേപോലെ ശ്വാസോച്ഛ്വാസ നിരക്ക് നിയന്ത്രിക്കുന്നു. നമുക്ക് അങ്ങനെ എഴുതാം. ഇനി രണ്ടാമത്തെ നോക്കടാ. ഇനി മെഡുല്ല ഒബ്ലോങ്കേറ്റ ഫംഗ്ഷൻ നോക്കടാ. ഇവിടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ അല്ലേ? 4 അല്ലേ എഴുതണ്ടേ? മെഡുല്ല ഒബ്ലോങ്കേറ്റ ഫംഗ്ഷൻ എന്താ? കൺട്രോൾ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്, അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മൂവ്മെന്റ്സ്, നമ്മൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല കൈയിൻ്റെ, അതിനെ വിളിക്കുന്ന പേരാണ് വോളണ്ടറി, ഐച്ഛികം. അതായത് നമ്മൾ ഹാർട്ട് ബീറ്റ് ഏതൊക്കെയാടാ? ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കഫ്, സ്നീസ്, അതായത് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, അതായത് ഹൃദയം ഇടിക്കുക. ഈ ഹൃദയം ഇടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ചലനം നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമോ? നിയന്ത്രിക്കാൻ പറ്റാത്തതിന് പറഞ്ഞ പേരാണ് ഇൻവോളണ്ടറി, അനൈച്ഛികം. ഇപ്പൊ കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ ചലനം, കൈ ഇവിടെ നിൽക്കൂ, ഇതൊക്കെ നമ്മളോട് കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഐച്ഛികം, വോളണ്ടറി. നമ്മളോട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഹൃദയസ്പന്ദനം, ഹാർട്ട് ബീറ്റ്, നമ്മൾ റെസ്പിറേഷൻ സമയത്ത് വെന്റിലേഷൻ, ഈ ശ്വാസം, ഹാർട്ടിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ്സ്, ഇതൊന്നും നമ്മളോട് എന്താ കഴിയൂല? ലങ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കൺട്രോൾ ചെയ്യുന്നത് ആരാടാ? മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ കിട്ടിയല്ലോ. അപ്പം മിഡ് ബ്രെയിൻ, നമ്മളെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗം പഠിക്കാതെ എൻ്റെ മക്കളെ പോവരുത്. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓണം എക്സാമിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണടാ നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗം. ഈ ഒരു ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗം ചോദിച്ച് നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വാടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒബ്സർവ് ദി ഇലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഈ ചിത്രം നോക്ക്. XYZ തന്നു. ഇതെന്തിന്റെ ചിത്രമാടാ? ന്യൂക്ലിയോടൈഡിന്റെ ചിത്രമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഇലുസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? അതായത് ചിത്രീകരണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ന്യൂക്ലിയോടൈഡിന്റെ ചിത്ര അല്ലേ? ഒരു ന്യൂക്ലിയോടൈഡിന്റെ ചിത്രം എങ്ങനെയല്ലേ വരയ്ക്കുക? അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ദി മോളിക്യൂൾ ലേബിൾഡ് X? ഈ X എന്താടാ? ഫോസ്ഫേറ്റ് അല്ലേ? അതിൻ്റെ ഫംഗ്ഷൻ എന്താ? നമുക്ക് പറയാം. അടുത്ത്, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് Y ആൻഡ് Z. ഈ Y എന്താ, Z എന്താന്ന് എഴുതുക. ഹൗ Y ഡിഫറെന്റ് ഇൻ DNA ആൻഡ് RNA. അപ്പൊ നോക്കിക്കോ, ഈ X എന്താടാ? ഈ X ആണ് ഫോസ്ഫേറ്റ്. Y എന്താ? പഞ്ചസാര, ഷുഗർ അല്ലേ? Z എന്താ? നൈട്രജൻ ബേസ് അല്ലേ? നോക്ക്, ആൻസർ നോക്കടാ. 1 ന്യൂക്ലിയോടൈഡിന്റെ ചിത്രമല്ലേ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇതെന്തിനെ ചിത്രീകരണ? ന്യൂക്ലിയോടൈഡിൻ്റെ. ഇതിൽ X അടയാളപ്പെടുത്തിയത് ഏതാണെന്നല്ലേ രണ്ടാമത്തെ ചോദ്യം. ഇതിൽ X എന്താടാ? ഫോസ്ഫേറ്റ് ആണ്. ഫംഗ്ഷൻ എന്താ? പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ് ടുഗദർ. മറ്റു ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ടുകൾ രൂപീകരിക്കുന്നു. ഓക്കെ, അടുത്തത് Y എന്താടാ? പഞ്ചസാര, ഷുഗർ മോളിക്യൂൾ അല്ലേ? Z എന്താ? നൈട്രജൻ ബേസ് അല്ലേ? ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, DNA-യിലും RNA-യിലും Y വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ ഷുഗർ എന്തൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? DNA-യിലെ ഷുഗർ ഏതാ? ഡിയോക്സി റൈബോ പഞ്ചസാര, ഡിയോക്സി റൈബോ ഷുഗർ. RNA-യിലോ റൈബോ ഷുഗറും റൈബോ പഞ്ചസാരയും. മക്കളെ നോക്കി വെച്ചോ, ന്യൂക്ലിയോടൈഡിന്റെ ചിത്രം ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അങ്ങനെ ഈ ജുനുസാർ നിങ്ങളോട് പറയും. ഓക്കെ, അത് 100% നിങ്ങളോട് ചോദിക്കുന്ന ഭാഗമാണ് ന്യൂക്ലിയോടൈഡിന്റെ ചിത്രം. അത് പഠിക്കാതെ എൻ്റെ മക്കളെ എക്സാം ഹാളിലേക്ക് കയറലടാ. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് ഇതെന്താ? ഫോസ്ഫേറ്റ്. ഇതെന്താണ്? പഞ്ചസാര. ഇതെന്താണ്? നൈട്രജൻ ബേസ്. ആ ഭാഗങ്ങൾ കിട്ടണം. DNA-യിലെ നൈട്രജൻ ബേസ് ഏതൊക്കെ? ആ ഭാഗത്തും ചോദിക്കും.
ഈ സെഡ് എന്താ? നൈട്രോജൻ ബേസ് അല്ലേ? DNA ഏതാ? അഡിനിൻ, തൈമീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. സെറ്റ് അല്ലടാ? അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനിൻ്റെ മക്കള് നിർബന്ധമായി പഠിച്ചു പോകണം. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. DNA ഇന്ന് നൈട്രോജൻ ബേസിന്റെ ഭാഗത്ത് പറയുമ്പോൾ എന്താ? സാറ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. DNA നൈട്രോജൻ ബേസ് ഏതാ? ഈ സെഡ് ഇല്ലേ? ഈ സെഡ് ആണ് നൈട്രോജൻ ബേസ്. DNA നൈട്രോജൻ ബേസ് ഏതാ? അഡിനിൻ, ഗ്വാനിൻ, തൈമീൻ, സൈറ്റോസിൻ. RNA അഡിനീനും ഗ്വാനിനും ഉണ്ട്, പക്ഷേ ഇവിടെ യുറാസിലാണ്. ആർക്ക് പകരം? തൈമിന് പകരം RNA ഇവിടെ എന്താ? സൈറ്റോസിനും ഉണ്ട്. ഇത് നോക്കി വെക്കണം എന്ന് പറഞ്ഞാൽ നോക്കി വെക്കണം എൻ്റെ മക്കൾ. DNAയും RNAയും തമ്മിലുള്ള നൈട്രോജൻ ബേസിൻ്റെ വ്യത്യാസങ്ങൾ കിട്ടൂലേ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. The genetic structure of a person is given below. Analyze it and answer the question. 44 plus XX തന്നു. What do 44 and XX indicate? അതായത് ഒരു വ്യക്തിയുടെ ജനിതഘടന ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ 44 XX എന്നിവ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു? എടാ ഈ 44 എന്താടാ? സൊമാറ്റിക് ക്രോമസോം, സ്വരൂപ ക്രോമസോം അല്ലേ? അതായത് നമ്മളെ ക്രോമസോമിൽ ഒരു സെല്ലിൽ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ എത്ര ക്രോമസോമാ? 46 ക്രോമസോം. അതിനെ 2 തിരിച്ചു. 44 ക്രോമസോമിന് വിളിക്കുന്ന പേരല്ലേ സ്വരൂപ ക്രോമസോം, സൊമാറ്റിക് ക്രോമസോം. ബാക്കി 2 വിളിക്കുന്ന പേര്. അപ്പോൾ ഈ 44 എന്താ? സ്വരൂപ ക്രോമസോം, സൊമാറ്റിക് ക്രോമസോം. XX എന്താ? സെക്സ് ക്രോമസോം, ലിംഗനിർണ്ണയ ക്രോമസോം അല്ലേ? അടുത്ത്, ഈസ് എ പേഴ്സൺ വിത്ത് ദിസ് ജെനറ്റിക് സ്ട്രക്ചർ മെയിൽ ഓർ ഫീമെയിൽ? വൈ? അതായത് ഈ ജനിതഘടനയുള്ള വ്യക്തി ആണാണോ പെണ്ണാണോ? എന്തുകൊണ്ട്? ഇത് ആരാടാ? ഇത് പെണ്ണല്ലേ? പെണ്ണെന്ന് പറയാൻ കാരണം എന്താ? 44 പ്ലസ് XX ആണെങ്കിൽ പെണ്ണും 44 പ്ലസ് XY ആണെങ്കിൽ ആരാ? ആണുമാണ്. നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ ആൻസർ നോക്കി. 44 എന്ന് പറഞ്ഞാൽ സൊമാറ്റിക് ക്രോമസോം, സ്വരൂപ ക്രോമസോമാ. സെക്സ് ക്രോമസോമാണ് Xും Yയും. അതായത് അവിടെ തന്നെ Xും. ഇനി ഇത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതേതാ? ഫീമെയിൽ, പെണ്ണാണ്. കാരണം മെയിലിലെ സെക്സ് ക്രോമസോം എന്താ? XY. ഫീമെയിലിൻ്റെ എന്താ? XX. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എന്താ? XX അല്ലേ? അപ്പോൾ ഇതെന്താ? ഫീമെയിൽ ആണ്. ഇതെന്താണ്? ഫീമെയിൽ ആണ്. കിട്ടണം. 44 സൊമാറ്റിക് ക്രോമസോം, സ്വരൂപ ക്രോമസോം. X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ക്രോമസോമാണ്, ലിംഗനിർണ്ണയ ക്രോമസോമാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എൻ്റെ മക്കൾ നോക്കാതെ എക്സാം ഹാളിലേക്ക് പോവല്ലടാ. നമ്മളിത് സെറ്റാക്കിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ടാണ് എൻ്റെ മക്കൾക്ക് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്താ ഇത് കൃത്യമായി പഠിക്കാതെ എക്സാം ഹാളിലേക്ക് പോവല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Mention the role of mRNA, tRNA, rRNA in protein synthesis. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ mRNA, tRNA, rRNA എന്നിവയുടെ പങ്ക്. ഇതില്ലെങ്കിൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അങ്ങനെ തന്നെ ഈ ജുനു സാർ പറയും. അത് പറയാൻ കാരണങ്ങളുണ്ട്. ഞാൻ ഏത് ക്വസ്റ്റ്യനാ എങ്ങനെ വരിക എന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ. mRNA, tRNA, rRNA പ്രോട്ടീൻ സിന്തസിൽ എന്താ പങ്ക്? mRNA എന്ന് പറഞ്ഞാൽ എന്താടാ? mRNA, മെസ്സഞ്ചർ. RNA, അപ്പോൾ mRNA ഫുൾ ഫോം മെസ്സഞ്ചർ RNA. ഓലെ ഫംഗ്ഷൻ എന്താ? ക്യാരി ദ മെസ്സേജസ് ഫ്രോം പ്രോട്ടീൻ സിന്തസിസ് ഫ്രം DNA ടു റൈബോസോം. DNAയിൽ നിന്നും പ്രോട്ടീൻ സിന്തസിൻ്റെ ഭാഗം എൻ്റെ മക്കൾ പഠിച്ചതല്ലേ? പ്രോട്ടീൻ സിന്തസിൻ്റെ ഭാഗം പഠിക്കാതെ എക്സാം ഹാളിലേക്ക് പോവല്ലേ? ഓക്കെ. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ സന്ദേശം ക്യാരി മെസ്സേജസ് ഫ്രം DNA ടു റൈബോസോം. DNAയിൽ നിന്നുള്ള സന്ദേശം, മെസ്സേജിനെ റൈബോസോമിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാ? mRNA. എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ. ഒരു സന്ദേശം DNA എന്ന് ഒടുക്കെത്തിച്ചു റൈബോസോം. അപ്പോൾ mRNA ഫംഗ്ഷൻ ക്യാരി മെസ്സേജസ് ഫ്രം DNA ടു റൈബോസോം. DNA എന്നുള്ള സന്ദേശം എവിടെ എത്തിക്കുന്നു? റൈബോസോമിൽ എത്തിക്കുന്നു. കിട്ടൂലേ? രണ്ടാമത്താണ് tRNA. tRNA ഫംഗ്ഷൻ എന്താ? ഫുൾ ഫോം എന്താ? ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ. എന്താണ് ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ? ചില ആൾക്കാർ പറഞ്ഞേ ട്രാൻസ്ഫർ ആയി, പോലീസൊക്കെ ആകുമ്പോൾ ട്രാൻസ്ഫർ കിട്ടിയറി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് സ്ഥലം മാറ്റല്ലേ? ഇതേ ഫംഗ്ഷനാണ്. എന്താ? നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള അമിനോ ആസിഡുകളുണ്ട്. ആ അമിനോ ആസിഡിനൊക്കെ നേരെ പിടിച്ചിട്ട് ഒടുക്ക് എത്തിച്ചു കൊടുക്കുക? റൈബോസോമിക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ ആരാ? tRNA. ക്യാരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. എന്താ ഡിഫറെൻറ്റ് കൈൻഡ്സ് പറഞ്ഞാൽ? പലതരത്തിലുള്ള അമിനോ ആസിഡ്. ക്യാരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ് ടു റൈബോസോം. ശരീരത്തിലെ വിവിധ അമിനോ ആസിഡുകളെ എവിടെ എത്തിക്കുന്നു? റൈബോസോമിൽ എത്തിക്കുന്നു. നോക്കി. ബ്രിങ് സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദി റൈബോസോം. ഓക്കെ. അതായത് സന്ദേശങ്ങൾക്കനുസരിച്ച് നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു. കിട്ടുമല്ലോ? അടുത്തതാണ് rRNA. rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA. rRNA ഫുൾ ഫോം
റൈബോസോമൽ ആർ എൻ എ ഇത് എവിടെ കാണാമെന്നോ? റൈബോസോമിൻ്റെ ഉള്ളിലാ. ഓക്കെ, റൈബോസോമിൻ്റെ ഉള്ളിലുള്ള ആ RNA ഫംഗ്ഷൻ എന്താ? കമ്പൈൻ അമിനോ ആസിഡ്. അതായത് tRNA ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള അമിനോ ആസിഡിനൊക്കെ കൊണ്ട് റൈബോസോമിക്ക് എത്തിച്ചില്ലേ? ആ അമിനോ ആസിഡിനൊക്കെ പരസ്പരം കൂട്ടി ചേർത്തിട്ട് എന്തുണ്ടാക്കുക? പ്രോട്ടീൻ ഉണ്ടാക്കുക. കമ്പൈൻ അമിനോ ആസിഡ് ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ അമിനോ ആസിഡ്. അതായത് കമ്പൈൻ അമിനോ ആസിഡ് ടു മേക്ക് പ്രോട്ടീൻ. അത് മതി. അല്ലെങ്കിൽ എന്താ? അമിനോ ആസിഡ് കണക്ട് ചെയ്യാൻ എന്തുണ്ടാക്കുന്നു? ബോണ്ട് നിർമ്മിക്കുന്നു. ബോണ്ട് രൂപീകരണത്തിലൂടെ അമിനോ ആസിഡ് കൂട്ടിച്ചേർത്ത് എന്തുണ്ടാക്കുന്നു? പ്രോട്ടീൻ നിർമ്മിക്കുന്നു. അതായത് അമിനോ ആസിഡിനെ TRNA കൊണ്ടുവന്നിട്ട് അത് പ്രോട്ടീൻ ആവില്ല. ആ അമിനോ ആസിഡിനൊക്കെ പരസ്പരം എന്താക്കണം? കൂട്ടിച്ചേർക്കണം. അതിന് സഹായിക്കണത് ആരാ? RNA. അപ്പം mRNA tRNA RNA പഠിക്കാതെ എൻ്റെ മുത്തേ എക്സാം ഹാളിലേക്ക് പോവല്ലടാ. നിങ്ങളോട് എങ്ങനെ ചോദിക്കാമെന്നോ? ഒന്നെങ്കിൽ ഈ ചിത്രം തരും, അല്ലെങ്കിൽ ഈ ചിത്രം തരും, അല്ലെങ്കിൽ ഈ ഒരു ചിത്രം തരും. 100% എന്ന് പറഞ്ഞാൽ 100%. ഇതില്ലെങ്കിൽ നിങ്ങളോട് എക്സാം പേപ്പർ അവിടെ നടക്കൂല എന്നാണ് ഈ ജുനി സാർ പറയാം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അപ്പോൾ ഈ ചിത്രം നിന്നിട്ട് ഇതെന്ത് ചിത്ര, ഇതെന്തിൻ്റെ ചിത്ര, ഇതെന്തിൻ്റെ ചിത്ര, ഇതിൻ്റെ ഫുൾ ഫോം എന്താ, ഇതിൻ്റെ ഫങ്ഷൻ എന്താ ചോദിച്ചാൽ കിട്ടൂലേ? കിട്ടണം. അപ്പോൾ ഇത്രയാണ്. ഇനി ഒരുപാട് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് സാർ കൃത്യം 4 മണിക്ക് നമ്മൾ MS സൊല്യൂഷൻ്റെ ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കളും ആ ലൈവിക്ക് വാടാ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മക്കളെ കൃത്യം 4 മണിക്ക് ആരും മറക്കണ്ട, സെറ്റാക്കാം.